ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ബെഡ് റോക്ക് എഡിഷനിലെ ആക്ഷൻ ആൻഡ് സ്റ്റഫ് മോഡ് പാക്കായിട്ട്. അപ്പോൾ നമ്മളെ പാലം കണ്ട സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് ആദ്യം തന്നെ ഒരു ആഡ് ഞങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ നമ്മൾ ഐറ്റംസ് എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഫാംസ് എല്ലാം ഒരു സിംഗിൾ പ്ലേസിലായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിച്ച് വച്ചിരിക്കുന്ന ഒരു സെറ്റ് ബിൽഡാണ്. ആ ബിൽഡ് ഒരു അൾട്രാ സെറ്റ് ബിൽഡാണ്. ഞാൻ ഒരിടത്ത് കണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിവിടെ ഉണ്ടാക്കുന്നു. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആ ബിൽഡ് നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഞാൻ ആ ബിൽഡ് എടുത്ത് ഇവിടെ അതേപോലെ അങ്ങ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനെ നമ്മൾ ഈ ഓക്കിൻ്റെ ലോക്സും പിന്നെ നമുക്ക് കുറച്ച് ഡേട്ടും വാട്ടറും മാത്രം മതി. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം 3x3 എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതുണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് രാത്രി ആയപ്പം നമ്മൾ ഓടിപ്പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ സോമ്പി നമ്മൾ തട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഓടിപ്പോയി കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. ഓക്കെ, നമുക്കൊന്ന് ഉറങ്ങാം. അപ്പം നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയിട്ട് നമ്മളെ ബാക്കി പരിപാടി ചെയ്യാം. നമ്മളെന്ന് വെച്ചാൽ ഓരോ സർക്കിൾ രീതിയിൽ 1, 2, 3, 4 ഭാഗത്തും ചെയ്യണം. പക്ഷെ അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ 3 വട്ടം ചെയ്യണം. പിന്നെ സൈഡിലായിട്ട് ഒരെണ്ണം വയ്ക്കണം. വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ 3 വട്ടം ഇങ്ങനെ വെച്ച് അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരും. എന്നിട്ട് നിങ്ങൾ അതേപോലെ തന്നെ സെയിം രീതിയിൽ നിങ്ങൾ എല്ലാ ഭാഗത്തും കൂടെ അങ്ങ് ചെയ്യണം. ചെയ്യുമ്പം നിങ്ങൾക്കത് എന്താണ് സംഭവം എന്ന് പിടികിട്ടിക്കോളും. ഇത് കണ്ട ഗൈസ്, ഇതിനി നമ്മൾ ഇത്രയും ഭാഗത്ത് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഗൈസ് നമ്മളിവിടെയുള്ള എല്ലായിടത്തും നമ്മളിവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത പരിപാടി ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമുക്കിതിന് അവിടെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും ഓരോന്ന് വെച്ച് പൊക്കണം. ഓക്കെ, അപ്പം നമുക്കിത് ഇങ്ങനെ വെച്ച് അത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് ഇനി കുറേ വയ്ക്കണം. അപ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ച് അവിടെ 1, ഇവിടെ 2 പിന്നെ അപ്പുറത്തായിട്ട് 3. അപ്പോൾ അവിടെ 3 വയ്ക്കണം. ഇവിടെ ആയിട്ട് ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പിന്നെ അവിടെ ഡേറ്റ് വെച്ച് അങ്ങനെ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഉറങ്ങാൻ പോയതാണ്. ഇവിടെ രാത്രി ആയിട്ടുണ്ട്. നമ്മളിത് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ സംഭവം ഉദ്ദേശിച്ചത്. ഇവിടെ 1, അവിടെ 2, അവിടെ 3, അവിടെ 4. ഇനി ഇവിടെ ഫുള്ളും ഡേറ്റ് വെച്ച് ഇങ്ങനെ കവർ ചെയ്യണം. അതായത് നമുക്ക് ഇതൊക്കെ നട്ട് വയ്ക്കാൻ വേണ്ടി ഡേറ്റ് വെച്ച് അങ്ങ് കവർ ചെയ്യണം. എന്നാലേ ഇവിടെയൊക്കെ ഒന്ന് നട്ട് വയ്ക്കാനുള്ളൊരു ഇത് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കവർ ചെയ്യാം ഗൈസ്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കയറാനൊക്കെ ഈസിയാണ്. ഇതുവഴി കയറി നടക്കുമ്പോൾ ആ സ്ഥലം കണ്ട അതുവഴി നടക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ഊരി കൈ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ വെരി സിമ്പിളായിട്ടൊരു ബിൽഡാണ്. അപ്പോൾ ഞാൻ ഇനിയും ഇതേപോലത്തെ കുറേ ബിൽഡ്സ് എല്ലാം കൊണ്ട് ഓരോരോ എപ്പിസോഡ്സിൽ വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ തുടർച്ചയായി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എത്രയും വേഗം തന്നെ ഞാൻ ഇത് അവസാനിപ്പിക്കാനും നോക്കും. കാരണം വേറെ കണ്ടൻസൊക്കെ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാനിത് എത്രയും വേഗം തന്നെ അവസാനിപ്പിക്കാൻ ഞാൻ നോക്കാം. അത് എല്ലാവരും പറയുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് തന്നെ. പിന്നെ ഈ വേൾഡ് ഡൗൺലോഡ് ഈ വേൾഡ് തീരുമ്പോൾ തന്നെ ഞാനത് ഈ കളി നമ്മൾ ഈ സീരീസില്ലേ അത് കഴിയുമ്പം അവസാനത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടാൽ മാത്രം മതി. പിന്നെ ആ എപ്പിസോഡിൽ നമ്മൾ ഈ വേൾഡ് ഡൗൺലോഡ് തരുന്നതായിരിക്കും. അപ്പോൾ വേണമെന്നുള്ളവർ ആ വേൾഡ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ ഫയലിൽ കയറി ഡോട്ട് സിപ്പ് നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റുമ്പം എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഈ വേൾഡ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് ആ വേൾഡ് ലിങ്ക് വേണമെന്നുള്ളവർ എൻ്റെ ഈ സീരീസ് ഫുള്ളും തന്നെ കാണേണ്ടതാണ്. കാരണം എന്നാലല്ലേ അവസാനത്തെ ആ എപ്പിസോഡ് മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഇതെല്ലാം കണ്ടാലേ നമുക്കെല്ലാം മനസ്സിലാവുള്ളൂ. എന്നാലും നമുക്ക് അതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി എവിടെയൊക്കെ എൻ്റെ ബിൽഡ്സൊക്കെ ഉള്ളതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കാണാൻ ശ്രമിക്കുക. അവസാനത്തെ എപ്പിസോഡ് ടൈം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നതാണ്. അപ്പം സംസാരിച്ച് നമ്മളത് ഇപ്പം ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെയും കൂടെ ഡേറ്റ് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഫുള്ളും വെച്ചിട്ടുണ്ട്. ഇനി നടുക്ക് എല്ലായിടത്തും ഓരോ ഹോളും വെച്ചിട്ട് അവിടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ
വാട്ടർ അങ്ങോട്ട് ഓടിക്കണം. അപ്പം ഓരോരുത്തർ ഓട് വയ്ക്കട്ടെ. ഓക്കെ, നമ്മളവിടെ അവിടെ കളിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ആയിട്ടൊരു ഹോൾ വയ്ക്കണം. ഓക്കെ, ഇനി ഇവിടെ ആയിട്ടൊരു ഹോള്. ഓക്കെ, ഇനി ഇവിടെ ആയിട്ടൊരു ഹോള്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഇവിടെ ഇത് കിളച്ച് വയ്ക്കാം. അതിന് മുമ്പ് നമ്മൾ ഇവിടെ ഇങ്ങനെ വയ്ക്കണം, അല്ലെങ്കിൽ വെള്ളം അടിയിൽ ഇവിടെ അങ്ങ് പൊത്തുപോകും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സേഫ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി ആ വെള്ളം എല്ലാം കൊണ്ടുവന്ന് ഒഴിക്കണം. അപ്പം ഗൈസ്, ഇത്രയും പണി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ബിൽഡ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പം തന്നെ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പം കൊള്ളാം, പക്ഷെ ഇതിൽ തിരിച്ചായിരുന്നു വയ്ക്കാനുള്ളത്. അപ്പോൾ അത് കുഴപ്പത്തില്ല. നമുക്ക് ഇത് നമുക്ക് എൻട്രൻസ് ഇങ്ങനെ കൊടുക്കാം. അവിടെ ഇതിൽ ഡേറ്റെല്ലാം ഞാൻ വെച്ച് ക്ലിയർ ചെയ്തോളാം, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ സെറ്റപ്പ് ആക്കാം. പിന്നെ എനിക്കിത് ആപ്പി കാസ്റ്റ് ഓണാക്കണ്ടായിരുന്നു, എക്സ്പെരിമെൻ്റ് മോഡ്. അത് ഓണാക്കിയതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം എക്സ്പെരിമെൻ്റ് ഓണാക്കിയ വേൾഡിന് ചില ഇതൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പം എൻ്റെ ആക്ഷൻ സ്റ്റഫിൻ്റെ വീഡിയോ വന്നില്ലെങ്കിൽ അപ്പോൾ വിചാരിച്ചാൽ മതി എക്സ്പെരിമെൻ്റ് മോഡിൻ്റെ കുറ്റമാണെന്ന്. ഓക്കെ ഗൈസ്, അപ്പം ഇനി നമുക്ക് ചെയ്യാനായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി അങ്ങോട്ടുള്ള പാത കൊടുക്കണം, ഇനി പശുവിന് അങ്ങ് ബലി കൊടുക്കണം. പിന്നെ വേറെ പരിപാടിയൊന്നും നമുക്കില്ല. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം അടുത്ത എപ്പിസോഡ് അടുത്തൊരു ദിവസം വരുന്നത് ഗൈസ്. ബൈ.